അമ്മ ഇങ്ങനെ തന്നെയാ. ഏട്ടൻ മരിച്ചതിന് ശേഷം അമ്മയ്ക്ക് ഭയങ്കര സ്ട്രിക്റ്റാ. എവിടെ പോകാനും എടുക്കാനും ഒന്നും സമ്മതിക്കില്ല. പക്ഷെ ഞാൻ ഹാപ്പിയാണ്. പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു സമാധാനവും ഇല്ല. പുറത്തു പോയാല് അതിന് കുറ്റം. നമുക്ക് സംസാരിക്കാം. ആ എന്താ കൊറേ നേരായില്ലേ. അമ്മ ഇങ്ങനെ തന്നെയാണ്. അമ്മയ്ക്ക് ആ ഏട്ടൻ മരിച്ചതിന് ശേഷം എപ്പോഴും പുറത്തു പോകുന്നതിനും എല്ലാത്തിനും കുറ്റങ്ങളാ. മാറ്റണം. ഒരു മാറ്റം എനിക്ക് കാണുന്നില്ല. ഒന്നുമില്ല. പിന്നെ ഇച്ചിരി വയറൊക്കെ കൂടുന്നുണ്ട്. ഒന്ന് കുറച്ചുകൂടെ. എന്ത് വേണേ പറഞ്ഞു. നീ ഇല്ലാത്ത ജീവിതം എനിക്കില്ല. എന്നാ പോലെ നമുക്കൊരു ട്രിപ്പ് പോണ്ടേ? ഞങ്ങളൊന്ന് പറഞ്ഞാ മതി. നിങ്ങൾക്ക് ഇനി എപ്പോഴും ഈ ഓഫീസ്, നീ പറഞ്ഞാ മതി. ജോലി ഇതന്നെയല്ല. ആണോ? നീ പറഞ്ഞോ. ഊട്ടി വേണോ, കൊടൈക്കനാൽ വേണോ? അത് നമുക്ക് ആലോചിച്ചിട്ട് തീരുമാനിക്കാം. നീ എങ്ങനെ പറഞ്ഞാലും ഞാൻ റെഡിയല്ലേ. നീല്ലേ തള്ള ഒരു സ്വൈര തള്ളേനെ കൊണ്ടില്ല. ഈ വീട് സ്ഥലമൊക്കെ എന്റെ പേരില. ഞാനായിട്ട് ഈ തള്ളേനെ ഇവിടെ വെച്ച് ഉറപ്പിക്കുന്നു. അല്ലെ പണ്ടേ ഇട്ട് ദൂരെ കളയേണ്ട സമയമായി. എനിക്ക് മടുത്തു ഈ തള്ളേനെ കൊണ്ട്. ഒരു വീടും ഇല്ല. നീ എല്ലാം മറക്കും. അതൊന്നും ഒഴിവാക്കും. നമുക്ക് ഇനി നമുക്കൊരു എന്താ വേണിച്ച പറഞ്ഞു. ബാക്കിയൊക്കെ ഞാൻ ഏറ്റു. അല്ല തള്ളേ, എന്റെ ഫ്രണ്ട്സുകൾ വരുമ്പോ ഈ ഒളിഞ്ഞു നോട്ടം ഇത് പണ്ടേ ഉള്ള സ്വഭാവമാണല്ലോ. മോളെ, എന്റെ കണ്ണണഞ്ഞിട്ട് പോലെ നിന്റെ ഈ നടപ്പൊക്കെ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്റെ സ്വത്ത് മുതലും കൊടുത്തിട്ടാണ് ഈ വീടും പറമ്പൊക്കെ എന്റെ പേരിലൊക്കെ ആക്കിയത്. അല്ലാതെ നിങ്ങളെ മോൻ ഔദാര്യം തന്നൊന്നല്ല എനിക്ക്. ഞാൻ ഇപ്പോഴും നിങ്ങളിവിടെ വെച്ച് പൊറപ്പിക്കുന്ന എന്താ അറിയോ? പാവല്ലേ ഇവിടെ എവിടെങ്കിലും കടന്നോട്ടെ വെച്ചിട്ടാ. നിങ്ങളെ ഈ കുന്തിരിപ്പ് കാരണം ഈ കളി കളിച്ചു കഴിഞ്ഞാൽ വലിച്ച് ഞാൻ പുറത്തിടും. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട, പലതോട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാ. എന്റെ മോൻ മരിച്ചിട്ട് 41 പോലും ആയിട്ടില്ല. ആ പണ്ടാരം നന്നായി. അതുള്ള കാലത്ത് എനിക്ക് ആവുന്ന കാലത്ത് ഒരു സ്വൈര്യം തന്നിട്ടില്ല. അങ്ങോട്ട് പോകാൻ പാടില്ല, ഇങ്ങോട്ട് പോകാൻ പാടില്ല, എവിടെ പോയാലും കുറ്റം. അന്ന് നിങ്ങൾ കുറെ പിന്നെ ഉണ്ടാക്കി കൊടുത്തിരുന്നല്ലോ മോന് വേണ്ടിട്ട്. മോന് നല്ലോണം കയറ്റി കൊടുത്തില്ലായിരുന്നോ? അന്ന് നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ ഈ പറയുന്നത് ഒക്കെ എവിടെ നിന്ന് എടുത്തുണ്ടാക്കുന്ന? ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. പിന്നെ ഞാൻ പറയാം, മര്യാദക്ക് ഇവിടെ നിന്നാ തള്ളയെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടെ അടങ്ങി ഒതുങ്ങി നിൽക്കാം. ഉള്ള കഞ്ഞിയോ വെള്ളം കുടിച്ച് ഇവിടെ നിൽക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ വല്ല വൃദ്ധ സാധനത്തിലും കൊണ്ടുപോയി ഞാൻ തള്ളും. പിന്നെ പറഞ്ഞിട്ട് കാലം എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൂടെ ഞാൻ പോകും വരും, എന്ത് വേണം ചെയ്യും. എന്നെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ പനിക്കിടണ്ട. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. അല്ല ഭഗവാന്